സോ ഇന്നലെ വിമൻസ് റിസർവേഷൻ ബിൽ പാസ്സാക്കിയിട്ടില്ല. അപ്പം ഈ റിസർവേഷൻ ബില്ലിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക്സഭയിലും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലും 33% ഓഫ് ദി സീറ്റ്സ് ഷുഡ് ബി റിസർവ് ഫോർ വിമൻ. അതായത് 1/3 ഓഫ് ദി സീറ്റ്സ് റിസർവ് ഫോർ വിമൻ. ഇപ്പം 300 സീറ്റ്സ് ഉണ്ടെങ്കിൽ 100 സീറ്റ്സ് വിമന് ആയിരിക്കണം എന്നുള്ളൊരു ബില്ലാണ്. ഇപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വരുന്നത്, ഇന്ത്യയിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, വി ബിലീവ് ഇൻ ഇക്വാളിറ്റി. എന്തുകൊണ്ടാണ് വിമന് ഈ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുന്നത്? എന്തുകൊണ്ട് റിസർവേഷൻ ഫോർ മെൻ ഇല്ല? വൈ ദർ ഇസ് റിസർവേഷൻ ഫോർ വിമൻ? ഫസ്റ്റ്ലി, വിമൻ ഈസ് കൺസിഡേർഡ് ആസ് എ വൾണറബിൾ കാറ്റഗറി. അപ്പം നമുക്ക് ഒരു സർട്ടൻ കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്, വിമൻ ആർ കൺസിഡേർഡ് ആസ് വൾണറബിൾ കാറ്റഗറി. അപ്പം സെക്കൻഡ്ലി നിങ്ങൾക്ക് ചോദ്യം വരാം, ഇങ്ങനെ ഒരു റിസർവേഷൻ ഫോർ വിമൻ വരുമ്പോൾ ഇക്വാളിറ്റി വയലേറ്റ് ചെയ്യുന്നില്ലേ? അങ്ങനെ ഇക്വാളിറ്റി വയലേറ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ആർട്ടിക്കിൾ 15 ക്ലോസ് 3 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഫോർ വിമൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ നമുക്കുണ്ട്. സോ റിസർവേഷൻ ഫോർ വിമൻ നമ്മൾ ബില്ല് ക്രിയേറ്റ് ചെയ്യുമ്പോഴും ഇറ്റ് ഡസ് നോട്ട് വയലേറ്റ് ഇക്വാളിറ്റി. ഓക്കെ. പിന്നെ തേർഡ്ലി നമുക്ക് മനസ്സിലാവേണ്ടത്, ഇന്നത്തെ കാലത്ത് ഇത്രയും നാളും ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ ഒരു കൺട്രിയിൽ വൈ വിമൻ ഇപ്പോഴും പ്രൊട്ടക്ഷൻ വേണമെന്ന്. സോ ദർ ഇസ് എ പൊളിറ്റിക്കൽ തിയറിയിൽ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഗ്ലാസ് സീലിംഗ് ഇഫക്റ്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിമൻ ക്യാൻ ബിക്കം പ്രസിഡന്റ്, വിമൻ ക്യാൻ ബിക്കം പ്രൈം മിനിസ്റ്റർ. പക്ഷേ മിക്ക പൊസിഷൻസ് ഓഫ് പവർ യൂഷ്വലി വിമൻ ഓക്യുപ്പൈ ചെയ്യാറില്ല. നോട്ട് ബിക്കോസ് ദേ ആർ നോട്ട് talented or because they are not having the skills. It's because of the patriarchal mindset of the society. അപ്പം മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ളൊരു സൊസൈറ്റി, ദാറ്റ് ഇസ് പെട്രിയാർക്കി അനുസരിച്ച് വിമനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് ഇന്ത്യൻ സൊസൈറ്റിയിൽ ഇങ്ങനൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. സോ ഇങ്ങനൊരു റിസർവേഷൻ ഫോർ വിമൻ, അപ്പം ബേസിക്കലി എന്താണ്, ദാറ്റ് സീറ്റ് ഷുഡ് ബി റിസർവ് ഫോർ വിമൻ. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു ബില്ല് പാസ്സാവുകയാണെങ്കിൽ അവിടെ മെയിലിന് ഒരിക്കലും കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഇസ് ഫോർ വിമൻ. അതാകുമ്പോൾ വിമൻ്റെ വോയിസസ് വിൽ ബി ഹേർഡ് ഇൻ ദ പാർലമെന്റ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിക്ക ലോസ് ആർ പാസ്ഡ് കൂടുതലും മെയിൽ മെജോറിറ്റി ആവുന്ന ബിൽസ് ആണ് യൂഷ്വലി പാസ് ആവുന്നത്. അപ്പം വിമൻ വോയിസും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യണം എന്ന് ഉള്ളൊരു ഗുഡ് മെന്റാലിറ്റിയിലൂടെയാണ് ഈ ഒരു ബില്ല് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷേ ഇറ്റ് ഹാസ് നോട്ട് ബീൻ പാസ്ഡ്. അപ്പം ഇതിനകത്ത് കുറച്ച് വെറൈറ്റി ഓഫ് റീസൺസ് ഉണ്ട്. പക്ഷെ മെയിൻലി ഇതിനകത്ത് ഏറ്റവും വലിയൊരു റീസൺ എന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ 33% റിസർവേഷൻ ഫോർ വിമൻ, അപ്പം ഇത് ജനറൽ സീറ്റ്സിന് വേണ്ടിയിട്ടാണ്. ഒ ബി സിക്ക് സീറ്റ്സിന് ഒ ബി സി ബിലോങ് ചെയ്യുന്ന കാറ്റഗറി ആയിട്ടുള്ള വുമന് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. 33% റിസർവേഷനകത്ത് ജനറലിന് മാത്രമാണോ അതോ ഒ ബി സി ബാക്കിയുള്ള SC ST പ്രൊവിഷൻ വിത്ത് റെസ്പെക്ട് ടു വിമൻ എല്ലാം ആബ്സെൻ്റ് ആണ്. ഇപ്പോൾ ജനറലിന് മാത്രം വിമൻ ആക്കിയാലുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ, ഒൺലി ദ റിച്ച് അല്ലെങ്കിൽ ഒൺലി ദ ജനറൽ ആയിട്ടുള്ള കാറ്റഗറിയിലായിട്ടുള്ള ഒരു വുമന് ദേ എൻജോയ് എ ഫേവറബിൾ പൊസിഷൻ കമ്പയർ ടു ഒ ബി സി വുമൻ ആൻഡ് കമ്പയർ ടു SC ST വുമൻ. സോ ഇങ്ങനൊരു റിസർവേഷൻ്റെ അകത്ത് തന്നെ ഇങ്ങനൊരു ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടില്ല. സോ വെദർ ദ സീറ്റ്സ് ബിലോങ് ടു ഒ ബി സി, SC ST ഓർ ജനറൽ മാത്രമാണ്, അത് നമുക്കറിയത്തില്ല. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് തിങ്. സെക്കൻഡ്ലി എന്ന് വെച്ചാൽ, ഈ 300 സീറ്റിൽ നിന്ന് 100 സീറ്റ്സ് ഫോർ വിമൻ ആകുമ്പം കുറേ മെയിൽ പൊളിറ്റീഷ്യൻസിന് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇലക്ഷൻസ് അവർക്ക് കണ്ടസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മെനി മെയിൽ പൊളിറ്റീഷ്യൻസ് കനോട്ട് കണ്ടസ്റ്റ്, സിൻസ് ഒരു പെട്രിയാർക്കി ആയതുകൊണ്ട് തന്നെ അവർ ഈ ബില്ല് പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പിന്നെ തേർഡ്ലി ഇത് പറയുന്നത്, ഈ ഒരു റിസർവേഷൻ ബില്ല് വന്നാലും ഇറ്റ് വിൽ ഓൺലി ഹാപ്പൻ ആഫ്റ്റർ ഡീലിമിറ്റേഷൻ. അപ്പോൾ ഡീലിമിറ്റേഷൻ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പം ആ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രോസസ് ഓഫ് ഡീലിമിറ്റേഷൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പം അത് യു ക്യാൻ ക്ലിക്ക് ഓൺ ദാറ്റ് ലിങ്ക് ഇഫ് യു വോണ്ട് ടു നോ ദി എൻറ്റയർ പ്രോസസ് ഓഫ് ഡീലിമിറ്റേഷൻ. സോ ഡീലിമിറ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ബില്ല് ഇംപ്ലിമെൻറ്റഡ് ആകുന്നത്. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അപ്പം എന്തിനാണ് ഇപ്പോഴേ ഈ ഒരു ബില്ല് പാസ്സാക്കുന്നത്? പക്ഷേ അറ്റ് ദി എൻഡ് വാട്ട് ഐ ബിലീവ് ഇസ്, ഈ ഒരു ബില്ല് പാസ്സാക്കാത്തത്
അത് വലിയൊരു നഷ്ടം തന്നെയാണ്, പെർട്ടിക്കുലർലി ടു ഇന്ത്യൻ സൊസൈറ്റി. ബിക്കോസ് JS Mill പറയുന്ന ഒരു പൊളിറ്റിക്കൽ തിങ്കർ പറയുന്ന ഒരു കോട്ടുണ്ട്, ഒരിക്കലും സൊസൈറ്റി വിൽ നോട്ട് പ്രോഗ്രസ് ഇഫ് യു ഡോണ്ട് ഗിവ് വോയിസ് ടു ദ വിമൻ. വിമന് നമ്മൾ വോയിസ് കൊടുത്തില്ലെങ്കിൽ ഒരു സൊസൈറ്റിയും പ്രോഗ്രസ് ചെയ്യാറില്ല. സോ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് ഇന്ത്യൻ സൊസൈറ്റി ആ ഒരു കാര്യത്തിൽ ഭയങ്കര റിഗ്രസീവ് ആണ്. ആൻഡ് ഐ ഡു സപ്പോർട്ട് ഹിസ് വ്യൂ പോയിന്റ്. ബൈ നോട്ട് പാസിംഗ് ദിസ് ബിൽ ഒരു വളരെ ആയിട്ടുള്ളൊരു ബാഡ് ഇമേജ് ആണ് ഇൻ ഫ്രണ്ട് ഓഫ് ദ വേൾഡ് ഇന്ത്യ പൊർട്രേ ചെയ്യുന്നത്. സോ താങ്ക് യു.